ഗായ്സ് പുതിയടക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടോ നീ നമ്മൾ ബീഫ് കൊണ്ട് ഉണ്ടാക്കണേ. എന്താ ബീഫ് കേട്ടോ, ഉപ്പ്, മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, ഗരം മസാല ഇത്ര വേണം. ഇനി ഉപ്പ്, പിന്നെന്താ തേങ്ങ, 2 തേങ്ങ, ഉള്ളി, ഇഞ്ചി, ജീരകം, വെള്ളുള്ളി, പച്ചമുളക് ഇത്രയുള്ളൂ വേണ്ട സാധനങ്ങൾ. തേങ്ങ കൂത്തിട്ട് ബീഫ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗായ്സ് ഇന്ന് നമുക്ക് എല്ലാ പൊടികളും എടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾ 1 സ്പൂൺ, മുളക് 1 സ്പൂൺ, കുറച്ച് മതിട്ടോ. ഗരം മസാലയും ചേർത്തത് 1 സ്പൂൺ. 1 സ്പൂൺ ഉപ്പ്. ഇനി നമ്മളെ മെയിൻ സാധനം ബീഫ്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, നോക്കിയിരിക്കോ. ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഞങ്ങൾക്ക് തീ വെക്കാം. ഇതൊക്കെ കെട്ടിക്കണം കേട്ടോ, ഇതിലൊന്ന് കത്തിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, ഇത് വെളുത്തുള്ളിയും ചെറുള്ളിയും ജീരകവും. കുറച്ച് നമുക്ക് ഇത് വേവട്ടെ എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇടാം. നമുക്ക് എല്ലാ തേങ്ങയും ഒന്ന് മുറിക്കാം. അതായത് ആയി തുടങ്ങിക്കൊള്ളുന്ന തോന്നുന്നു. നോക്കാം. നോക്കാം, മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി കുറച്ചേരം കൂടി കഴിയട്ടെ, അപ്പൊ തന്നെ നമുക്ക് തേങ്ങ നുറുക്കാം. നമുക്ക് ഇതും ഇടാം. ചെറിയ ഉള്ളിയും ജീരകം വെച്ചത് കല്ലെടുത്തേക്ക് പോകുമ്പോ തന്നെ നല്ല വേദന. നല്ല തേങ്ങ വേണ്ട ആവശ്യമില്ല ഫുള്ളല്ലേ. അയ്യോ കഴിക്കുന്ന അടുപ്പത്തൊക്കെ കേൾക്കണം. ഇത് നമ്മൾ എന്താ അടുപ്പിൽ ചുട്ടാണ്ടൊക്കെ കേൾക്കണം ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഇത്ര ഉള്ളൂ, അതുകൊണ്ട് നമ്മളിതാ ഇത്ര ഉള്ളൂ. ഇതെന്താ ആക്കുന്നത്? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ഇട്ടോ ചാറിനുണ്ട്. നമുക്ക് നല്ല അടക്കി കൊടുക്കാം. ഒന്ന് വേണം നോക്കിയിട്ട് ആവുക. ഇതിപ്പോൾ അയച്ചില്ല കേട്ടോ. ഓക്കെ, നമുക്കിത് കുറച്ചേരം മൂടി വെക്കണം. അടുത്തില്ല, ഇത് കറിവേപ്പില, ഇത് മതി. ഇത് നമുക്ക് അതിലിടാം. എല്ലാത്തിനും പൊടി ഇട്ടിട്ട് എനിക്ക് എൻ്റെ എടുക്കുന്ന ഒന്നിൻ്റെ പുറകെ ഒന്ന് അല്ലേ. ഒന്നിൻ്റെ പുറകെ ഒന്നും നമ്മൾ പറയാൻ തുടക്കൂല്ലോ. അതാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചത് കൂട്ടേണ്ടത് നമ്മളിപ്പോൾ നട്ടിരുന്നു പുറത്തിറപ്പേ. കുറച്ച് മീൻ്റെ
ഇത് ഫുള്ളായിട്ടോ. നമുക്ക് അടി നമുക്കൊന്ന് അളക്കി കൊടുക്കാല്ലേ. കത്തണില്ല കൊണ്ടാട്ടോ ഒരൊറ്റ ഇതൊന്ന് വേവിടെ കാര്യമില്ല. ഇപ്പൊ നല്ല മഴ കൂടിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെക്കാം. വെളിച്ചെണ്ണ നല്ല അല്ല വെളിച്ചെണ്ണ വെക്കാം. ഇതൊന്ന് ആക്കി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇത് പറയാം. ഈ പാത്രത്തിൽ ഇത് കൊള്ളുന്നുണ്ട്. നല്ല മണം ഒന്നാക്കാൻ പൂരി കിട്ടണം. ഇവിടെ ആയിക്കോണം. അതിലൊക്കെ നല്ല ചിലവ് നല്ല രസമല്ലേ. പൊളിസാണ് കേട്ടോ. വീട്ടിൽ ട്രൈ നോക്ക്. കാരണം എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. സബ്സ്ക്രൈബ് ബട്ടൺ ബൈ ബൈ.